പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ഞാനിന്നൊരു കഥ പറയാം. ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു ബാങ്ക് കൊള്ളയുടെ കഥ. 1995-ൽ അമേരിക്കയിലെ പിറ്റ്സ്ബർഗിൽ മാർക്ക് ആർതർ വീലർ എന്നൊരാൾ പട്ടാപ്പകൽ 2 ബാങ്കുകൾ കൊള്ളയടിച്ചു. സാധാരണ കള്ളന്മാരെ പോലെ അദ്ദേഹം മുഖം മറയ്ക്കുകയൊന്നും ചെയ്തിരുന്നില്ല. നേരെ ആയുധവുമായി ബാങ്കിലേക്ക് കയറി ചെന്ന് ആ പണം അവിടുന്ന് അപഹരിച്ചതിന് ശേഷം അയാൾ CCTV ക്യാമറയിൽ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷമാണ് ഈ 2 ബാങ്കുകളിൽ നിന്നും അയാൾ പുറത്തേക്ക് പോയത്. സ്വാഭാവികമായും മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് അദ്ദേഹത്തെ പൊക്കി. അയാളെ അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനോട് അദ്ദേഹം ഞെട്ടലോടുകൂടി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ എല്ലാം അടിസ്ഥാനം. അയാൾ എങ്ങനെയാണ് ചോദിച്ചത്? അതെങ്ങനെ ശരിയാകും? ഞാൻ മുഖത്ത് നാരങ്ങാനീര് തേച്ചിരുന്നല്ലോ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നാരങ്ങാനീര് കൊണ്ട് കടലാസിൽ എഴുതിയാൽ അത് ഉണങ്ങുമ്പോൾ അദൃശ്യമാകും. പിന്നീട് അത് ചൂടാക്കുമ്പോൾ മാത്രം തെളിഞ്ഞു വരികയും ചെയ്യും. ഇതൊരു മഹത്തായ ശാസ്ത്ര സത്യമാണ്. ആ കള്ളൻ വിചാരിച്ചത് തന്റെ മുഖത്ത് നാരങ്ങാനീര് പുരട്ടിയാൽ CCTV ക്യാമറകൾക്ക് തന്നെ കാണാൻ കഴിയില്ല എന്നാണ്. മുഖം നീറിപ്പുകഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെയാണ് അയാൾ മോഷണത്തിന് വേണ്ടി ഇറങ്ങിയത്. ഇയാൾക്ക് ഭ്രാന്തില്ലായിരുന്നു, മദ്യപിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് സംഭവിച്ചത് പ്രത്യേകതരം ഒരു മാനസികാവസ്ഥയാണ്. തനിക്ക് അറിവില്ല എന്ന കാര്യം പോലും തിരിച്ചറിയാൻ കഴിയാത്തത്ര ആഴത്തിലുള്ള അറിവില്ലായ്മ. ഇതിനെയാണ് ശാസ്ത്രലോകം ഡണ്ണിങ് കൂഗർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചുറ്റുമൊന്ന് നോക്കാം. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് 2 മാസം ഗൾഫിൽ വന്ന് നിന്ന ശേഷം 20 വർഷമായി ഇവിടെ ജീവിക്കുന്ന ആളെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന പുതിയ ചെറുപ്പക്കാരൻ. അതല്ലെങ്കിൽ നാട്ടിലെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് ഒരു ചുക്കും അറിയാതെ ഒരു ഫോൺ കോളിന്റെ ബലത്തിൽ ലക്ഷങ്ങൾ കൊണ്ടുപോയി കളയുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ. ഇവരെല്ലാം നയിക്കുന്നത് ആ കള്ളനെ ബാധിച്ച അതേ നാരങ്ങാനീര് സിൻഡ്രോം ആണ്. ഇന്ന് മനുഷ്യന്റെ അഹങ്കാരത്തിനും അബദ്ധങ്ങൾക്കും പിന്നിലെ ഈ മനഃശാസ്ത്രത്തെ നമ്മൾ കീറിമുറിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കും, ദൈവമേ, ഞാനും എന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ നാരങ്ങാനീര് തേച്ച് നടന്നിട്ടുണ്ടോ എന്ന്. ഈ വിചിത്രമായ വാർത്ത പത്രത്തിൽ വായിച്ച കോർണൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡേവിഡ് ഡണ്ണിങ്ങും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജസ്റ്റിൻ ക്രൂഗറിനും ഒരു സംശയം തോന്നി. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമാണോ അതോ മനുഷ്യന്റെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണോ എന്ന്. അതറിയാൻ അവർ 1999-ൽ അവർ ഒരു പരീക്ഷണം നടത്തി. അവർ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ വിളിച്ചു. എന്നിട്ട് വ്യാകരണം, യുക്തിചിന്ത, തമാശകൾ ആസ്വദിക്കാനുള്ള കഴിവ് എന്നിവയിൽ ചില ടെസ്റ്റുകൾ നടത്തി. ടെസ്റ്റിന് ശേഷം അതിൽ പങ്കെടുത്തവരോട് 2 കാര്യങ്ങൾ ചോദിച്ചു. ഈ ടെസ്റ്റിൽ നിങ്ങളുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? 2, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ 100 പേരുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനം എവിടെയായിരിക്കും? അതിന്റെ ഫലം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയവർ ഉറച്ചു വിശ്വസിച്ചു തങ്ങൾ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നും തങ്ങൾക്ക് ആദ്യത്തെ 25% വരുമെന്നും അവർ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞു. അതേസമയം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരാവട്ടെ തങ്ങളുടെ കഴിവിനെ വില കുറച്ചു കണ്ടു. എനിക്ക് അത്ര നന്നായി ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഒരു ശരാശരി പ്രകടനമാണ് അവർ നടത്തിയതെന്ന് പറഞ്ഞു. ഈ പഠനത്തിൽ നിന്നാണ് ഡണ്ണിങ് കൂഗർ എഫക്റ്റിന്റെ പ്രശസ്തമായ ഗ്രാഫ് ഉണ്ടാകുന്നത്. ഈ ഗ്രാഫിൽ 4 ഘട്ടങ്ങളുണ്ട്. ഒരു പ്രവാസിയുടെ ജീവിതവുമായി നമുക്കിതിനെ ഒന്ന് ബന്ധപ്പെടുത്തി നോക്കാം. ഒന്നാമത്തെ ഘട്ടം വിഡ്ഢിത്തത്തിന്റെ കൊടുമുടി അഥവാ മൗണ്ട് സ്റ്റുപ്പിഡ്. നിങ്ങൾ ഒരു പുതിയ ജോലിയിൽ ഒരു പുതിയ രാജ്യത്തെത്തുന്നു. ആദ്യത്തെ 1-2 മാസം കൊണ്ട് കുറച്ച് സ്ഥലങ്ങളും അവിടുത്തെ കുറച്ച് രീതികളും ഒക്കെ പഠിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വരും, ഹോ, ഇത് ഇത്രയൊക്കെ ഉള്ളോ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാനിപ്പോൾ എല്ലാം പഠിച്ചു. 20 കൊല്ലമായി ഇവിടെ എൻ്റെ കൂടെ റൂമിൽ നിൽക്കുന്ന അബ്ദുക്കയ്ക്ക് പോലും ഇതേപോലുള്ള കാര്യങ്ങൾ അറിയില്ല. ഈ അവസ്ഥയാണ് മൗണ്ട് സ്റ്റുപ്പിഡ്. ഇവിടെ അറിവ് 0ആണ്, പക്ഷേ ആത്മവിശ്വാസം ആകാശത്തോളം ഉണ്ട് താനും. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്നവർ നിൽക്കുന്നത് ഈ കൊടുമുടിയിലാണ്. രണ്ടാമത്തെ ഘട്ടമാണ് നൈരാശ്യത്തിന്റെ താഴ്വര. നിങ്ങൾ അവിടെ തുടർന്ന് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. വിസയുടെ നിയമക്കുരുക്കുകൾ, സ്പോൺസറുടെ പ്രശ്നങ്ങൾ, ജോലിയിലെ സമ്മർദ്ദം, നാട്ടിലെ സാമ്പത്തിക ആവശ്യങ്ങൾ. നിങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിയും. അതോടെ തുടക്കത്തിലുണ്ടായിരുന്ന ആ അമിത ആത്മവിശ്വാസം ഇടിഞ്ഞ് താഴെ വീഴും. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്കൊന്നും അറിയില്ല എന്നൊരു തോന്നൽ വരും. ഇതാണ് നൈരാശ്യത്തിന്റെ താഴ്വര. ഇത് വേദനിക്കുന്ന ഒരു ഘട്ടമാണ്, പക്ഷേ യഥാർത്ഥ വളർച്ച തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. മൂന്നാമത്തെ ഘട്ടം തിരിച്ചറിവിന്റെ പാത. എല്ലാം ഉപേക്ഷിച്ച് തിരികെ പോകാതെ നിങ്ങൾ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ തീരുമാനിക്കുന്നു. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, ആളുകളെ മനസ്സിലാക്കുന്നു, തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. പതുക്കെ പതുക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം തിരികെ വരും. പക്ഷേ ഇത്തവണത്തെ ആത്മവിശ്വാസം പൊള്ളയല്ല, അത് അനുഭവങ്ങളിൽ നിന്നും അറിവിൽ നിന്നും ഉണ്ടായതാണ്. ഇനി നാലാമത്തെ ഘട്ടം സ്ഥിരതയുടെ പീഠഭൂമി. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ആ ജോലിയിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു വിദഗ്ധനാകുന്നു. നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, പക്ഷേ എനിക്കെല്ലാം അറിയാമെന്ന ആ പഴയ അഹങ്കാരമില്ല. പകരം എനിക്ക് എന്തൊക്കെയാണ് അറിയാത്തതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം.
പുതിയതായി വരുന്നവർക്ക് ഉപദേശം കൊടുക്കാനും അവരുടെ മൗണ്ട് സ്റ്റുപ്പിഡ് ഘട്ടത്തെ പുഞ്ചിരിയോടെ നോക്കിക്കാണാനും നിങ്ങൾക്ക് സാധിക്കുന്നു. ഇതാണ് യഥാർത്ഥ ജ്ഞാനത്തിന്റെ തലം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് അറിവില്ലാത്തവർക്ക് ഇത്രയും അഹങ്കാരവും ആത്മവിശ്വാസവും? അവർ മനഃപൂർവ്വം നുണ പറയുന്നതാണോ? അല്ല, അവര് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് അവർക്ക് വിവരമുണ്ട് എന്ന് തന്നെയാണ്. ഇതിന്റെ ശാസ്ത്രീയ കാരണം മെറ്റാകോഗ്നിഷൻ എന്നറിയപ്പെടുന്ന ഒരു കഴിവിന്റെ അഭാവമാണ്. എന്താണ് മെറ്റാകോഗ്നിഷൻ? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ചിന്തയെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തികളെയും അറിവിനെയും ഒരു മൂന്നാമനായി പുറത്തുനിന്ന് നോക്കിക്കാണാനും ഞാൻ ചെയ്യുന്നത് ശരിയാണോ, എൻ്റെ അറിവ് പൂർണ്ണമാണോ എന്ന് വിലയിരുത്താനുമുള്ള കഴിവിനെയാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. ഒരു വിഷയത്തിൽ കഴിവില്ലാത്ത ഒരാൾക്ക് ഒരേ സമയം രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇതിനെ ഇരട്ട ശാപം എന്നാണ് വിളിക്കുക. ഒന്ന്, ആ വിഷയത്തിൽ അവർക്ക് അറിവില്ല എന്നുള്ളത്. രണ്ട്, ആ വിഷയം തങ്ങൾക്ക് അറിയില്ല എന്ന് തിരിച്ചറിയാൻ ആവശ്യമായ അറിവും അവർക്കില്ല എന്നുള്ളത്. ഈ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുന്ന ഒരാൾക്ക് ശ്രുതി എന്താണെന്നോ താളം എന്താണെന്നോ അടിസ്ഥാനപരമായി അറിയില്ല എങ്കിൽ ആ അറിവില്ലാത്തത് കൊണ്ട് അയാൾ പാടുമ്പോൾ ശ്രുതി തെറ്റുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ജഡ്ജസ് അത് തുറന്നു പറയുമ്പോൾ അവർക്ക് എന്നോട് അസൂയയാണ് കാരണമെന്നാണ് അദ്ദേഹം വിചാരിക്കുക. സ്വന്തം തെറ്റ് തിരിച്ചറിയാൻ പോലും ആ വിഷയത്തിൽ ഒരു മിനിമം അറിവ് വേണം. ആ അറിവില്ലാത്തത് കൊണ്ടാണ് അവർ സ്വന്തം കഴിവിൽ അമിതമായിട്ട് വിശ്വസിക്കുന്നത്. ഈ ഡണ്ണിങ് കൂഗർ ഇഫക്റ്റ് വെറും ഒരു തമാശയല്ല. പ്രവാസികളായ നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കാം. ചില ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ സാമ്പത്തിക തട്ടിപ്പിൽ പെടുന്നത്, ഇതാണ് ഏറ്റവും പ്രധാനം. നാട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നു, അളിയ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, 1,00,000 ഇട്ടാൽ മാസം 20,000 രൂപ വെച്ച് കിട്ടും. ഇത് മണി ചെയിൻ ഒന്നുമല്ല, ഒരു പുതിയ തരം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചോ പുതിയ ബിസിനസ് മോഡലിനെ കുറിച്ചോ യാതൊരുവിധ അറിവുമില്ലാത്ത നമ്മൾ എളുപ്പത്തിൽ പണക്കാരനാകാമെന്ന അമിത ആത്മവിശ്വാസത്തിൽ പണം കൊടുക്കും. ഇനി ആരെങ്കിലും ഇത് തട്ടിപ്പാണെന്ന് ഉപദേശിച്ചാൽ നമ്മൾ പറയും, നിനക്ക് അസൂയയാണ്, നിനക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന്. ഒടുവിൽ നമ്മുടെ വർഷങ്ങളുടെ അധ്വാനം മുഴുവൻ വെള്ളത്തിലാകും. രണ്ട്, വാട്സപ്പ് ഡോക്ടർമാർ. നമ്മുടെ റൂമിലോ ക്യാമ്പിലോ കാണും ഇങ്ങനെ ഒരാളെ. അയാൾക്ക് എല്ലാ രോഗത്തിനും ഒറ്റമൂലി അറിയാം. പ്രഷറിന് ഇന്ന മരുന്ന് കഴിക്കരുത്, ഈ ഇല അരച്ചു കുടിച്ചാൽ ഇന്ന രോഗം മാറും. വർഷങ്ങളോളം പഠിച്ച ഡോക്ടറേക്കാൾ അറിവ് തനിക്കുണ്ട് എന്നുള്ള ഭാവം. ഈ അറിവില്ലായ്മയും അമിത ആത്മവിശ്വാസവും കാരണം ചിലപ്പോൾ അവർ സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കും. 3, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ. ഓഫീസിൽ ഒരു പുതിയ മാനേജർ വരുന്നു. അയാൾക്ക് കാര്യങ്ങൾ വലിയ വശമില്ല, പക്ഷേ അയാൾ അത് സമ്മതിക്കില്ല. ഞാൻ പറയുന്നതാണ് ശരി എന്ന ഭാവത്തിൽ എല്ലാവരെയും ഭരിക്കും. ടീമിലെ പരിചയസമ്പന്നരായ ആളുകൾ പറയുന്നതൊന്നും കേൾക്കില്ല. അവസാനം പ്രൊജക്റ്റ് പൊളിയുമ്പോൾ അയാൾ പറയും, ഇവിടുത്തെ സ്റ്റാഫ് ഒന്നും ശരിയില്ല എന്ന്. സ്വന്തം കഴിവില്ലായ്മ തിരിച്ചറിയാത്തത് കൊണ്ട് അയാൾ ഒരു ടീമിനെ തന്നെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തും. ഇതുവരെ നമ്മൾ അറിവില്ലാത്തവരുടെ അഹങ്കാരത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. യഥാർത്ഥ അറിവും കഴിവും ഉള്ളവർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് സംഭവിക്കുന്നതിനെ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്നാണ് വിളിക്കാറ്. അതിന്റെ അടിസ്ഥാനം അറിവിന്റെ ശാപം എന്ന ആശയമാണ്. യഥാർത്ഥ അറിവുള്ളവർക്കറിയാം, ഞാൻ പഠിച്ച വിഷയം ഒരു മഹാസമുദ്രം പോലെ വലുതാണ്, കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്തോറും എനിക്കിനിയും എത്രയോ പഠിക്കാനുണ്ട് എന്ന്. അതവരെ കൂടുതൽ വിനയമുള്ളവരാക്കും. അവര് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഈ കാര്യം എനിക്ക് ഇത്ര എളുപ്പത്തിൽ മനസ്സിലാകുന്നുണ്ട് എങ്കിൽ അത് മറ്റുള്ളവർക്കും എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ കഴിവിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. അവർ സ്വന്തം കഴിവിനെ അങ്ങനെ വില കുറച്ച് കാണും. ഒരു പ്രൊമോഷൻ ചോദിക്കാനോ ശമ്പള വർധനോ ആവശ്യപ്പെടാനോ അവർ മടിക്കും. ഇവിടെയാണ് ലോകപ്രശസ്ത തത്വചിന്തകൻ പറഞ്ഞ വാക്കുകൾ പ്രശസ്തമാകുന്നത്. ഈ ലോകത്തിന്റെ മുഴുവൻ പ്രശ്നവും ഇതാണ്. വിഡ്ഢികൾക്ക് അചഞ്ചലമായ ആത്മവിശ്വാസവും ബുദ്ധിമാന്മാർക്ക് നിറയെ സംശയങ്ങളുമാണ്. ഇതിന്റെ ഫലം എന്താണ്? കഴിവില്ലാത്തവർ മൈക്കെടുത്ത് പ്രസംഗിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ കഴിവുള്ളവർ തങ്ങളുടെ സംശയങ്ങളുമായി ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്നു. ഇത് സമൂഹത്തിനുണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെല്ലാവരും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ മൗണ്ട് സ്റ്റുപ്പിഡിൽ കയറിയിട്ടുണ്ടാവും. അതിൽ നിന്ന് താഴെ ഇറങ്ങാനും ഒരു നല്ല പഠിതാവായി മാറാനും 3 വഴികളുണ്ട്. ഒന്ന്, എപ്പോഴും പഠിക്കുക, സംശയത്തോടു കൂടി വായിക്കുക. നിങ്ങൾ ഒരു വിഷയത്തിൽ വിദഗ്ധനാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ അന്ന് തന്നെ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങുക. ആ വിഷയത്തിലെ നിങ്ങളെക്കാൾ അറിവുള്ളവർ എഴുതിയ പുസ്തകങ്ങൾ വായിക്കുക. നിങ്ങൾ കൂടുതൽ ആഴത്തിൽ പോകുന്തോറും നിങ്ങളുടെ അറിവിന്റെ പരിമിതികൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇത് അഹങ്കാരത്തെ ഇല്ലാതാക്കും. 2, വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുക. ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളോട് സത്യം തുറന്നു പറയുന്ന, നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സുഹൃത്തിനെയോ മെന്ററെയോ കണ്ടെത്തുക. നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന സുഹൃത്തിനോടോ ചോദിക്കുക, ഞാൻ ചെയ്യുന്ന ഈ കാര്യത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എവിടെയാണ് ഞാൻ മെച്ചപ്പെടുത്തേണ്ടത്? വിമർശനം കേൾക്കുമ്പോൾ ദേഷ്യപ്പെടാതെ അതിനൊരു പാഠമായി കാണാൻ ശ്രമിക്കുക.
മൂന്നാമതായിട്ട് എനിക്കറിയില്ല എന്ന് ധൈര്യമായി പറയുക. എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. ഒരു കാര്യം അറിയില്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് അതൊരു കുറച്ചിലല്ല, അത് അറിവിന്റെ ആദ്യത്തെ ലക്ഷണമാണ്. എനിക്കറിയില്ല, പക്ഷെ എനിക്കത് പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. നമ്മുടെ ഈഗോയെ മാറ്റിവെക്കാൻ നമ്മൾ പഠിക്കുക. സുഹൃത്തുക്കളെ, 2500 വർഷങ്ങൾക്ക് മുമ്പ് സോക്രട്ടീസ് പറഞ്ഞ ആ മഹത്തായ വരികൾ നമുക്കിവിടെ ഒരിക്കൽ കൂടി ഓർക്കാം. എനിക്കൊന്നും അറിയില്ല എന്നെനിക്കറിയാം, അത് മാത്രമാണ് എൻ്റെ അറിവ്. നമ്മുടെ അറിവില്ലായ്മയെ തിരിച്ചറിയുന്ന ആ നിമിഷത്തിലാണ് യഥാർത്ഥ ജ്ഞാനം തുടങ്ങുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അമിതമായ ആത്മവിശ്വാസം തോന്നുമ്പോൾ മുഖത്തെ നാരങ്ങാനീര് തേച്ച ബാങ്ക് കൊള്ളയടിക്കാൻ പോയ ആ പാവം കള്ളനെ ഓർക്കുക. എന്നിട്ട് ഒരു നിമിഷം കണ്ണടച്ച് സ്വയം ചോദിക്കുക, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വിഡ്ഢിത്തത്തിന്റെ കൊടുമുടിയിലാണോ? ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള നാരങ്ങാനീര് തേച്ച വീരന്മാരെ കുറിച്ച് അറിവുണ്ടെങ്കിൽ ദയവായി താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അറിവില്ലായ്മയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപക്ഷെ ഇതൊരു തിരിച്ചറിവിന് കാരണമായേക്കാം.